കുറേനക്കാരനായ ഒരു ശിമോനെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. ഓർമ്മയുണ്ടോ? കറുത്ത വർഗ്ഗക്കാരനാണ്, അതാണ് കുറേനക്കാരൻ. അവനെ നിർബന്ധിച്ചു. അവന് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ കുറച്ച് നേരം ഇവിടെ നോക്കിയേ, യേശു കർത്താവിൻ്റെ ചോര പുരണ്ട ആ ക്രൂശ് ആരാ ചുമന്നത്? വഴിയെ പോയിക്കൊണ്ടിരുന്ന ആളാ ഈ ശിമോൻ ചുമന്നു. ശിമോൻ്റെ മകനാണ് റൂഫസ്. 2 മക്കളുണ്ട്. മറ്റൊരു മോൻ്റെ പേരാണ് അലക്സാണ്ടർ. ഇവർ 2 പേരെയും പിന്നീട് കർത്താവ് ഉയരങ്ങളിലേക്ക് ഉയർത്തി. 2 മക്കളെയും കർത്താവ് അനുഗ്രഹിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്നവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇവിടെ നോക്കി, ഈ തലമുറയിൽ ഇത്രയും മാതാപിതാക്കന്മാർ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ ദിവസം തോറും ക്രൂശ് ചുമക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ നന്മയുണ്ട്. ഓക്കെ, ഇനി 17 മുതൽ 20 വരെയുള്ള സെക്ഷനിലേക്ക് വരികയാണ്. അവിടെ എന്താ കാണുന്നത്? വാർണിങ്സ് ഫ്രം പൗലോസിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ, താക്കീതുകൾ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇതിനിടയിൽ ഈ വന്ദനം ഇങ്ങനെ പറഞ്ഞു വരുന്നതിന് പെട്ടെന്ന് വേറൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. എന്താണത്? സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി ഭിന്നിപ്പുണ്ടാക്കുന്ന വ്യക്തിത്വങ്ങളെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ, എ ചർച്ച് ഷുഡ് ബി ഓപ്പൺ ടു ഓൾ ബട്ട് ബി വെരി കെയർഫുൾ. സഭ എല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുകയാണ്. ദ ചർച്ച് ഷുഡ് വെൽക്കം മെനി ബട്ട് നോട്ട് സം. പലരെയും വെൽക്കം ചെയ്യണമെങ്കിലും ചിലരെ എന്ത് ചെയ്യരുത്? സഭയ്ക്കകത്ത് കയറ്റരുത്. സഭയിൽ നിന്നും ഒഴിഞ്ഞുകൊള്ളുവിൻ, അങ്ങനെയുള്ളവരിൽ നിന്നും ഒഴിഞ്ഞുകൊള്ളുവിൻ എന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അവരോട് അകന്നു മാറുവിൻ. 17 ഒന്നുകൂടി നോക്കുക. I urge you, brothers and sisters, to watch out for those who cause divisions and put obstacles in your way that are contrary to the teaching you have learned. ദൈവവചനം നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് മതി. പഠിച്ച ഉപദേശത്തിന്. ഇവിടെ നോക്കിയേ, ദൈവം നിങ്ങൾക്ക് ഒരു ടീച്ചിങ് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിന് വിപരീതമായി വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു ടീച്ചിങ് വന്നാൽ 2 കൈ നീട്ടി അതിനെ സ്വീകരിച്ചോ എന്നല്ലേ പൗലോസ് പറയുന്നത്? ആണോ? അല്ല. സൂക്ഷിച്ചുകൊള്ളുവിൻ. ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അവിടെ പറയാം, സഭ നല്ലതാ, എല്ലാവരും ഉൾക്കൊള്ളണം, വഹിക്കണം, പേറണം, ഗുഡ്. പക്ഷേ ഇങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും വഹിക്കരുത്, പേറരുത്. അവരെ ഒഴിഞ്ഞ് അവരോട് അകന്നു മാറിക്കൊള്ളുവിൻ. ഇത് യേശു കർത്താവും അപ്പസ്തോലന്മാരും വളരെ ശക്തമായി എന്നും പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വിപരീത ഉപദേശങ്ങൾ കൊണ്ടുവന്നാൽ, ഇന്നത്തെ കാലത്ത് അത് വാട്സാപ്പിലൂടെ വരാം, സോഷ്യൽ മീഡിയയിലൂടെ വരാം, ടി വിയിലൂടെ വരാം, വീട്ടിൽ കയറി വരാം. പക്ഷെ ദൈവം നിങ്ങൾക്ക് തന്നൊരു പഥ്യോപദേശമുണ്ട്, ദൈവവചനത്തിൽ നിന്ന് കിട്ടിയ. അതിനെയാണ് മുറുകെ പിടിക്കേണ്ടത്. ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട, അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എത്ര പേർ ആമേൻ പറയും? അവിടെ അടുത്ത വചനം നോക്കുമ്പോൾ 18-ാമത്തെ വചനം, അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മോട്ടീവ്സ്. എന്ത് ഈ ടീച്ചിങ്ങിൻ്റെ പുറകിലെ മോട്ടീവ് എന്താണ്? എന്തിനിങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്? പലരും അങ്ങനെ ഉള്ള പലതും
പറയുമ്പോൾ വാസ്തവത്തിൽ അവർ സേവിക്കുന്ന ദൈവത്തെയല്ല വയറിനെ അത്രേ, ലൈവ്ലിഹുഡിന് വേണ്ടി, കുറച്ച് കാശ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കേണ്ടത്, ദൈവവചനവുമായി അല്ലെങ്കിൽ ബൈബിളുമായി നടക്കുന്ന എല്ലാവരെയും വീട്ടിൽ കയറ്റേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ എവിടെയാക്കി, ദൈവം നിങ്ങൾക്ക് എവിടെ നിന്ന് ഇടയ ശുശ്രൂഷ നൽകി ഫീഡിങ് നൽകുന്നു, അവിടെയാണ് കിടപ്പാട്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. മറ്റൊരുവൻ്റെ ശബ്ദം കേൾക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വളരെ വെട്ടിത്തുറന്നാണ് കർത്താവ് അപ്പോസ്തലന്മാരും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ 18 വരെ എത്തി. 19 വായിക്കാം. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിയാം, നിങ്ങൾ അനുസരിക്കുന്നവരാണ്. ഫോൾസ് ടീച്ചേഴ്സിനെ എങ്ങനെ അറിയാം? വളരെ പെട്ടെന്ന് ഞാൻ ചില പോയിന്റുകൾ പറയുകയാണ്. ഫോൾസ് ടീച്ചേഴ്സ്, സൈൻസ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ് ഓർ മാർക്സ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്. പറഞ്ഞോട്ടെ. They cause divisions among believers. ഭിന്നതകൾ കൊണ്ടുവരും. ഈ ടീച്ചിങ്ങിലൂടെ ചർച്ച് സ്പ്ലിറ്റാകുകയോ കുടുംബങ്ങൾ അടർന്നു മാറുകയോ ചെയ്യുവാണെങ്കിൽ സൂക്ഷിക്കണം. ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ? വളരെ സൂക്ഷിക്കണം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഓഫീസ് NHൻ്റെ സൈഡിലായിരുന്ന സമയത്ത് ചൈനീസ് ആണോ കൊറിയൻസ് ആണോ എന്നറിയില്ല, ഒരു കൂട്ടർ വന്നു, ക്യാബിനിൽ വന്നു, പലരെ കണ്ട് സംസാരിച്ച് അവർ ബുക്സ് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ വന്നത്. അവർ ബുക്സിൻ്റെ കാര്യമൊക്കെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ചർച്ചിലുള്ള പല ഫാമിലീസുമായി കണക്ഷൻ കൊണ്ടുവന്നു. അതിനുശേഷം ഉണ്ടായ സംഭവം, ചില കുടുംബങ്ങളെ നമ്മുടെ ചർച്ചിൽ കാണാതായി. അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ആളുകൾ അവരുടെ വീട്ടിൽ കൂട്ടായ്മ തുടങ്ങിയത് ഞാൻ അറിഞ്ഞു. They are lost forever. അപ്പോൾ ദൈവസഭയെ സേവിക്കാനായിരുന്നെങ്കിൽ, അഥവാ നല്ല ടീച്ചിങ്ങുമായിട്ടാണ് വന്നിരുന്നെങ്കിൽ, അവരെ ഒന്നുകൂടി പഠിപ്പിച്ച് കൂട്ടായ്മയോട് കൂട്ടിച്ചേർത്ത് നിർത്താമായിരുന്നു. പകരം അടർത്തിക്കൊണ്ടുപോയെങ്കിൽ വാട്ട് ഈസ് ദ മോട്ടീവ്? നിങ്ങളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പുസ്തകം നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ അവിടെ നിന്ന് ഡോറ് തുറന്ന് ഒരു മനുഷ്യൻ ഓടി ഇങ്ങോട്ട് വന്നിട്ടൊരു വടിവാളുമായി വന്ന് നന്നായി എഴുതിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ കൈ മാത്രം വെട്ടിക്കൊണ്ടുപോയാൽ, മറ്റേ കൈ ഉയർത്തി നിങ്ങൾ സ്തോത്രം ചെയ്തു, ഹല്ലേലൂയ കർത്താവേ ഒരു കൈ പോയതിനായി സ്തോത്രം, അങ്ങനെ പറയുമോ? ഇല്ല. ശരീരത്തിൻ്റെ ഒരു അവയവം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേദനിക്കും. ഇതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ വെട്ടിമുറിച്ച് മാറ്റുന്ന ടീച്ചിങ് ഏതായാലും, കൂട്ടായ്മകളെ പിളർക്കുന്ന ടീച്ചിങ് ഏത് സോഴ്സിലൂടെ വന്നാലും ബി കെയർഫുൾ എന്നാണ് ഈ അപ്പസ്തോലൻ പറയുന്നത്. 2, they cause offenses against truth. സത്യത്തിനെതിരെ ഇടർച്ച ഉണ്ടാക്കുന്നു. സത്യം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടർച്ചകൾ കൊണ്ടുവരുന്നു. They do not serve God. അവർ ദൈവത്തെ അല്ല സേവിക്കുന്നത്. They serve their own bellies. അവർ സ്വന്തം വയറിനെ സേവിക്കുന്നു. ഇതുകൊണ്ട് എല്ലാ ഉദ്ദേശം കുറേ കാശുണ്ടാക്കുക എന്നുള്ളത്. ഞാൻ ഇത്തിരി വേഗത്തിലാണ് പോകുന്നത്, പെട്ടെന്ന് കുറിച്ചെടുക്കുക. They use their tongues to deceive. നാവ് കൊണ്ട് അവർ വഞ്ചിക്കുന്നു. They are enemies of the cross. അവർ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ഫിലിപ്പർ 3:18 പറഞ്ഞിട്ടുണ്ട്, അവർ ക്രൂശിൻ്റെ ശത്രുക്കൾ അത്രേ. They walk contrary to the gospel. ഫിലിപ്പർ 3:17 പറയുന്നത്, അവർ സുവിശേഷത്തിന് എതിരായി നടക്കുന്നു. ഫിലിപ്പർ 3:19 പറയുന്നു, they glory in their shame. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു.
അതേ വചനത്തിൽ ഫിലിപ്പിയർ 3:19 പറയുന്നത് ദേ മൈൻഡ് earthly തിങ്സ്, അവർ ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നു. 2 Peter 2:1, 2 പത്രോസ് 2:1 പറയും ദേ ബ്രിങ് ഇൻ ഹെറസീസ്, ദൈവദൂഷണമായത് അവർ പറയുന്നു. ഒന്ന് കൊരിന്ത്യർ 14:20 ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. 1 കൊരിന്ത്യർ 14:20, 1 Corinthians 14:20. Brothers and sisters, stop thinking like children. In regard to evil, be infants, but in your thinking, be adults. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. ഇനി റോമർ 16:19 വായിച്ചു നോക്കി. But I want you to be wise about what is good and innocent about what is evil. എങ്കിലും നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ അർത്ഥം എന്താ? ചിന്തകളിൽ നിങ്ങൾ മുതിർന്നവരാകുവാൻ എന്ന് വെച്ചാൽ ഇനിയും കുഞ്ഞുങ്ങളെപ്പോലെ ശിശുക്കളെപ്പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. നന്മ ഏതാണ്, തെറ്റേതാണ്, ശരിയായ ടീച്ചിങ് ഏതാണ്, ശരിയായ ഉപദേഷ്ടാക്കന്മാർ ഏതാണ്, ഇതിൻ്റെ പിന്നിലെ ചേതോ വികാരം എന്താണ്, എന്തിനു വേണ്ടിയാണ് അവർ ഈ പഠനം കൊണ്ടുവരുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അതുകൊണ്ട് ദൈവസഭയിൽ വരുന്ന എല്ലാവരോടും ഹൃദയത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരുടെ ടീച്ചിങ് ശ്രദ്ധിക്കുക. ലിറ്ററേച്ചർ, നിങ്ങൾ ഏത് പുസ്തകങ്ങൾ വായിക്കുന്നു ശ്രദ്ധിക്കുക, ഏത് ചാനലുകൾ വീക്ഷിക്കുന്നു ശ്രദ്ധിക്കുക, എന്തെല്ലാം സോഷ്യൽ മീഡിയയിൽ വാച്ച് ചെയ്യുന്നു ശ്രദ്ധിക്കുക. ഞാനൊരു കാര്യം പറയാം. 2 കൊരിന്ത്യർ 7 ആദ്യ വചനങ്ങൾ കാണുന്നത് പോലെ, അതുകൊണ്ട് സഹോദരന്മാരെ, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. പുതിയ ഉപദേശങ്ങളിലേക്ക് പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞായിരുന്നു, എഫെസ്യ ലേഖനം 4:11 മുതൽ വായിക്കുമ്പോൾ 5 വിധ ശുശ്രൂഷകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? കൂടെ ഞാൻ പറയാറുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഇങ്ങനെ നാം ഉപദേശത്തിൻ്റെ നാനാവിധ കാറ്റുകളിൽ ആടി ഉലയാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടവരുന്നു. അപ്പോൾ ഉപദേശത്തിൻ്റെ കാറ്റുകൾ അവിടെ അടിക്കുന്നുണ്ട്. പലവിധ ഉപദേശങ്ങൾ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അടിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് ഫെയ്ത്ത്, ഹീലിംഗ്, കൃപ. അടുത്ത സമയത്ത് ഒരു പുതിയൊരു സാധനം വരും, സൂപ്പർ നാച്ചുറൽ. ഇതെല്ലാം ഉള്ളതാണ്. ബട്ട് ദേർ ഷുഡ് ബി എ ബാലൻസ്. ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ്ഡായി ഒരു പോളറൈസേഷനിലേക്ക് പോകരുത്, എക്സ്ട്രീമിറ്റിയിലേക്ക് പോകരുത്. ചിലത് മാത്രം ഉയർത്തിപ്പിടിക്കും. ബാക്കിയുള്ള 66 പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്നത് എവിടെ? What we need is the wholesome teaching of the whole counsel of God. ദൈവത്തിൻ്റെ മുഴുവനുമായ ഒരു ആലോചനയാണ് നമുക്ക് ആവശ്യം. അതല്ലാതെ ഒന്നിലേക്ക് നമ്മൾ ചാഞ്ചാടി പോകരുത്. ഒരു ബാലൻസ്ഡ് ഡയറ്റ്. നമ്മുടെ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നൊരു കാഴ്ചപ്പാട് സന്തുലിതമായ ഒരു ഉപദേശമാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം ഫോക്കസ് ചെയ്തു പോകുന്നൊരു രീതി ദൈവകൃപയാൽ നമ്മുടെ സഭയ്ക്കില്ല. എല്ലാത്തിൻ്റെയും അതിൻ്റെതായ രീതിയിലുള്ളൊരു സമീകൃത ആഹാരം, സമീകൃത ആഹാരം, അതാണ് നമുക്ക് ആവശ്യം. ബാലൻസ്ഡ് ഡയറ്റ്, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഡയറ്റ് അല്ലേ. നല്ല രീതിയിൽ എല്ലാ പോഷകങ്ങളുമായി ഒരു നല്ലൊരു വളർച്ച ലഭിക്കേണ്ടതിന് എല്ലാം ആവശ്യമാണ്. ആമേൻ. ഓക്കെ, ഇനി 20ാമത്തെ വചനം എല്ലാവർക്കും ചേർന്ന് വായിക്കാം. സമാധാനത്തിൻ്റെ ദൈവം. എല്ലാവരും വായിച്ചില്ല? 1, 2, 3. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതൊരല്പം സന്തോഷകരമായ വചനമല്ലേ? കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ. എന്താ പറയുന്നത്? സമാധാനത്തിൻ്റെ ദൈവം. ഇത് വചനമാണ്. അത് അവരവർക്കുള്ളതാണെന്ന് വിശ്വസിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ശരിക്കും വിശ്വസിക്കാൻ പറ്റുമോ? മത്തായി 24:35 പറയുന്നു, ആകാശം ഭൂമി മാറിയാൽ എൻ്റെ വചനങ്ങൾ മാറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ വചനം പറയുന്നു, റോമർ 16:20 പറയുന്നു, വായിച്ചേ, സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ എൻ്റെ കാൽ കീഴെ ചതച്ചു കളയും.
ഹലോ, The God of peace will soon crush Satan under your feet. യേശു കർത്താവിൻ്റെ കാലിൻ്റെ കീഴെ ചതയ്ക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഹലോ, അതല്ല പറഞ്ഞിരിക്കുന്നത്. വലിയ വലിയ അപ്പോസ്തലന്മാരെന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സഭയ്ക്കാണ് എഴുതുന്നത്, വിശ്വാസികൾക്കാണ് എഴുതുന്നത്. വിശ്വാസികളെ, റോമൻ സഭയിലെ വിശ്വാസികളെ നിങ്ങളുടെ കാൽ കീഴ്. വെയിറ്റ്. ഈ പച്ചമാങ്ങ കല്ലേൽ വെച്ച് ഇടിച്ചിട്ടുള്ള എത്ര അമ്മമാരുണ്ട്? പച്ചമാങ്ങ അണ്ടിയൊന്നും ഉറച്ചിട്ടില്ല, അതുപോലെ തന്നെ ഇങ്ങനെ ഇടിച്ച് കഴിയുമ്പോൾ ചതയില്ലേ, അതുപോലെ സാത്താന് നിങ്ങളുടെ കാൽ കീഴെ ചതയ്ക്കും. ധൈര്യം ഉണ്ടെങ്കിൽ കൈയടിച്ചാൽ മതി, വിശ്വാസം ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. അതൊക്കെ അങ്ങനെ വിശ്വസിക്കണം, മുഴുവൻ വിശ്വസിക്കണം, കണ്ണടച്ച് വിശ്വസിക്കണം. ഇപ്പോഴത്തെ അവസ്ഥ നോക്കരുത്. ഇപ്പോൾ സാത്താൻ എന്നെ ചായച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രദറെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ സാത്താൻ എന്നെ ചായച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ കാഴ്ച അവിടെ വേഗം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, SOON, സൂൺ, വേഗത്തിൽ പറ. വേഗത്തിൽ. എൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഈ ശുശ്രൂഷ നടക്കാൻ പോവുക. എന്ത് ശുശ്രൂഷയാണ്? സാത്താനെ കാലിൻ്റെ കീഴിൽ ചതക്കുന്നൊരു ശുശ്രൂഷ നടക്കാൻ പോകുന്നുണ്ട്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്? ഇത്രയേ ഉള്ളൂ. സാത്താൻ വിശ്വാസത്തിൽ വന്ന സമയം മുതൽ പല നിലകളിൽ നിന്നെ തകർക്കാനും ചതയ്ക്കാനും നിരാശയിൽ കൊണ്ടുപോയി നിന്നെ പിഴിയാനും ഇഞ്ചപ്പരുവത്തിലാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നീ അധികം താമസിയാതെ ഈ സാഹചര്യങ്ങളുടെ മേലും അവസ്ഥകളുടെ മേലും അനുഭവങ്ങളുടെ മേലും ഒരു ജയം കാണാൻ പോകുക. യു ആർ ഗോയിങ് ടു സീ എ വിക്ടറി ഓവർ ദ സിറ്റുവേഷൻസ്. അതാണ് എൻ്റെ അർത്ഥം. കുറേ പേർക്ക് വിശ്വാസം വന്നു എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 21 മുതൽ വായിക്കാം. എൻ്റെ കൂട്ടുവേലക്കാരനായ തിമത്തിയോസും എൻ്റെ ചാർച്ചക്കാരായ ലൂക്യോസും യാസോനും സോസിപത്രോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അടുത്തൊരു ഇതിലേക്ക് പോവുകയാണ്. ഇതെന്താണത്? 3ാമത്തെ സെക്ഷനാണ്. ഗ്രീറ്റിംഗ്സ് ഫ്രം പീപ്പിൾ വിത്ത് പോൾ. ഇപ്പോൾ പൗലോസിനോട് കൂടെയുള്ളവർ എവിടെയുള്ളവർ? കൊറിന്തിലുള്ളവർ. കൊറിന്തിലിരുന്നുകൊണ്ടല്ലേ ഇത് എഴുതുന്നത്. കൊറിന്തിൽ തൻ്റെ സഹപ്രവർത്തകരായ ആളുകൾ. ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഗ്രീറ്റിംഗ്സ് വയ്ക്കുമ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ വീട്ടിൽ ആരുണ്ട്, അവരെല്ലാവരുടെ പേര് വെക്കും. ഇന്നയാൾ വന്നിരഞ്ചു, ഇന്നയാൾ. അപ്പോൾ കൂടെ ആരൊക്കെ ഉണ്ട് ആ സമയത്ത് ടീമിലുള്ളവർ? ഒന്ന് തിമോത്തിയോസ്. അപ്പോസ്തലപ്രവൃത്തിയിൽ 16:1 മുതലാണ് തിമോത്തിയോസ് രംഗത്ത് വരുന്നത്. എൻ്റെ വിശ്വാസമനുസരിച്ച് ആ സമയത്ത് ആ സഭയിലെ ഒരു ടീനേജറായിരുന്നു, ഒരു ബാലകൻ, ഒരു കൗമാരപ്രായക്കാരനായിരുന്നു. ആര്? തിമോത്തിയോസ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടു. അദ്ദേഹം അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന സമയത്ത് നല്ല സാക്ഷ്യമുള്ള ഈ ചെറുക്കനെ കണ്ടു. ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഫാദർ മദർ, അപ്പൻ ഗ്രീക്കുകാരൻ, അമ്മ ഒരു ജൂസുമാണെന്ന് എൻ്റെ ഓർമ്മ. അവൻ്റെ അമ്മൂമ്മ ഗ്രാൻഡ് മദർ ഭയങ്കര ഫെയ്ത്തുകാരിയാണ്, ലോയിസ്. അമ്മയുടെ പേര് യൂനിക്ക. അപ്പം വിശ്വാസത്തിലില്ല. പക്ഷേ അവിടുത്തെ പാസ്റ്റർ, പ്രാദേശിക സഭയിലെ പാസ്റ്റർ, നല്ല ചെറുക്കന്. അവൻ്റെ പാട്ടും ആരാധനയും ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നതെന്ന് കണ്ടപ്പോൾ പൗലോസ് സ്ഥലം സഭയിലെ പാസ്റ്ററോട് റിക്വസ്റ്റ് ചെയ്തു, ഐ വോണ്ട് ഹിം ടു ബി ഇൻ മൈ ടീം. മിഷൻ യാത്രയിൽ എൻ്റെ ശുശ്രൂഷ എനിക്ക് അവനെ കിട്ടിയാക്കോളാം. പാസ്റ്റർ റിലീസ് ചെയ്ത് കൊടുത്തു. ഇവനെ കൊണ്ടുപോയി. പക്ഷെ ഇവനിൽ കണ്ടൊരു പ്രത്യേകത ശ്രദ്ധിക്കുന്നുണ്ടോ? ധൈര്യം എന്ന് പറഞ്ഞ സാധനമില്ല ഈ ചെറുക്കൻ. ഒരു ധൈര്യമില്ല. പേടി തൊണ്ടൻ ചെറുക്കൻ. നല്ല ഹൃദയ, ആഗ്രഹമുണ്ട്, പക്ഷെ എന്തില്ല? ധൈര്യമില്ല. ഒരുപക്ഷെ സ്റ്റേജ് ഫ്രൈറ്റ്, ഒന്നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമില്ല. പൊതുവേ പേടിത്തൊണ്ടനായ ഒരു ചെറുക്കനാണ്. അവനെ കൂടെ കൊണ്ടു നടന്ന് ഈ സീനിയർ അപ്പോസ്റ്റൽ ട്രെയിൻ ചെയ്ത് മെൻറ്റർ ചെയ്ത് അവൻ്റെ അപ്പനായി, ജ്യേഷ്ഠ സഹോദരനായി
അവൻ്റെ ഗാർഡിയനായി, രക്ഷകർത്താവായി എല്ലായിടത്തും കൊണ്ടുനടന്ന് ഒരു വലിയ അപ്പസ്തോലനായി അവനെ പണിതെടുത്തു. അവൻ ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ എഴുതും. ദൂരെ ആയിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ലെറ്റർ എഴുതും. അങ്ങനെ 2 ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്. അതിലവൻ എഴുതി, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല മോനെ അവൻ നമുക്ക് തന്നിരിക്കുന്നത്, പകരം ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഹി വാസ് നാച്ചുറലി എ ടിമിഡ് പേഴ്സണാലിറ്റി. പേടിത്തൊണ്ടന. അതുകൊണ്ട് അവനെ ഉറപ്പിക്കുക, ഇല്ല മോനെ, അതല്ല, ദൈവം ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിനക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒത്തിരി പേര് കൈവച്ചു കൃപാവരങ്ങൾ പകർന്നെങ്കിലും അത് യൂസ് ചെയ്യില്ല പുള്ളി. അപ്പോൾ എഴുതി, മോനെ അങ്ങനെയല്ല, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം നെഗ്ലക്റ്റ് ചെയ്യരുത്. അത് ഉപേക്ഷയായിട്ട് വരിക. പ്രവചനമെങ്കിൽ പ്രവചനം, കിൻഡിൽ ഇറ്റ്, സ്റ്റർ ഇറ്റ് അപ്പ്, അതിനെ ജ്വലിപ്പിക്കണം. ക്രിസ്തുവിൽ സകലർക്കും അത് പ്രസിദ്ധമാകണം. മകനെ തിമോത്തിയോസേ, ക്രിസ്തുവേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുക, അഭിഷേകത്തിൽ ആത്മശക്തിയിൽ നീ മുന്നിലേക്ക് പോവുക. വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും എല്ലാവർക്കും നീ മോഡലാകണം. ഒന്ന് ആലോചിച്ച് നോക്കി. വലിയൊരു പാസ്റ്റർ കൊച്ചു പാസ്റ്റർ ട്രെയിൻ ചെയ്യുക. എഴുതി അതത് സമയത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്ത്. മാത്രമല്ല മോനെ, നീ ഇന്ന് വളരെ ചെറുപ്പമാണ്, യൗവനമോഹങ്ങൾ വിട്ടോടണം. ചെറുപ്പക്കാർക്ക് പറ്റും. മാത്രമല്ല, ആരും നിൻ്റെ യൗവനത്തെ തുച്ഛീകരിക്കരുത്. ഡു നോട്ട് അലൗ എനിവൺ ടു ഡെസ്പൈസ് യുവർ യൂത്ത്. നീ ചെറുപ്പമാണെന്ന് വെച്ചിട്ട് ആരും നിൻ്റെ ശുശ്രൂഷയെ അഗണ്യമാക്കരുത്. പ്രായത്തേക്കാൾ കവിഞ്ഞ പ്രക്വത നീ കാണിക്കണേ. ഹല്ലേലൂയ. അങ്ങനെ ഉപദേശങ്ങൾ കൊടുത്ത് എന്ത് ചെയ്തിരിക്കുന്നു? കൊടുത്ത് ഒരു വലിയ ശുശ്രൂഷകനായി അവനെ മാറ്റിയെടുത്തു. എത്ര പേർ ഹല്ലേലൂയ പറയും? ആമേൻ. അടുത്തതാരാണ്? ലൂസിയോസ് അല്ലേ? ലൂക്കിയോസ്. അപ്പോസ്തലപ്രവൃത്തി 13:1 കാണുന്ന ആളാകാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ലൂക്കോസിൻ്റെ പേര് തന്നെ ഒരു വേരിയൻ്റ് ആവാം. എന്ന് പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തലപ്രവൃത്തികളൊക്കെ എഴുതിയ അതുമാകാം എന്ന് പറയപ്പെടുന്നു. ജാസൺ അല്ലേ? യാസോൻ. അപ്പോസ്തലപ്രവൃത്തി 17:5-7 2 വചനങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17:5-7. പിന്നെ അടുത്തൊരു സോസിപത്രോസ്. അപ്പോസ്തലപ്രവൃത്തിയിൽ 20:4 ഈ വ്യക്തിത്വത്തെ കാണുന്നുണ്ട്. 22-ാമത്തെ വചനം വായിക്കാം. ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. അടുത്തത് തെർത്തോസ്. എന്താ എഴുതിയത്? ഈ ലേഖനം എഴുതിയ പൗലോസ് അല്ല എഴുതിയത്. വാട്ട് ഈസ് ദിസ്? ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. എന്ത് മനസ്സിലായി? പോൾ വാസ് ഡിക്റ്റേറ്റിംഗ് ദ ലെറ്റർ. പൗലോസ് നേരിട്ട് കൈകൊണ്ട് എഴുതുകയല്ല ചെയ്തത്. പിന്നെന്താ ചെയ്തത്? തെർത്തോസ്, ടെർച്ചിയസ് എന്ന് പറയുന്ന ഒരു സ്ക്രൈബ് ഉണ്ടായിരുന്നു മിനിസ്ട്രി ടീമിൽ തന്നെ. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, ലാംഗ്വേജ് അറിയാവുന്ന, നല്ല കൈയക്ഷരമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവിടെ ടീമിൽ. പൗലോസ് ഒരു പക്ഷേ പ്രാർത്ഥനയിലിരിക്കും. അപ്പോൾ പെട്ടെന്ന് വെളിപ്പാടുകൾ വരും. ഉടനെ വിളിക്കും, തെർത്തോസ് ഓടിവാ, എടുക്ക പാർച്ച്മെൻ്റ് എടുക്ക, എഴുത സമാധാനത്തിൻ്റെ ദൈവം എഴുത, വേഗത്തിൽ എഴുത, വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കീഴെ ചതച്ചു കളയും. അപ്പോൾ തെർത്തോസ് എന്ത് ചെയ്യും? അവനെഴുതും. 1-ാമത്തെ അധ്യായം മുതൽ 16-ാം അധ്യായം വരെ ഒരുപക്ഷെ പല ഘട്ടങ്ങളിലായി ഒറ്റ സ്ട്രെച്ചിലാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇന്നത്തെ പോലെ വേഗത്തിൽ മുക്കി കൂത്തി വരച്ച് തോൽച്ചുരുളിൽ എഴുതണം, സമയമെടുക്കും. ചിലപ്പോൾ പല ദിവസങ്ങൾ കൊണ്ടാകാം എഴുതിയത്, ഒരാഴ്ച കൊണ്ടാകാം എഴുതിയത്, ഒരു മാസം കൊണ്ടാകാം എഴുതിയത്. തോൽച്ചുരുളെല്ലാം പാകപ്പെടുത്തി റെഡിയാക്കി എഴുതണം. ഇത് മുഴുവൻ എഴുതിയത് ആരാ? തെർത്തോസ്. ഇവിടെ നോക്ക്, പരിശുദ്ധാത്മാവ് പൗലോസിനെ ഇൻസ്പയർ ചെയ്യുന്നു. പൗലോസ് വാഗൊണ്ട് അത് പറയുന്നു. തെർത്തോസ് കേട്ട് എഴുതുന്നു. ഫേബ എന്ന സഹോദരി അതുമായി പോകുന്നു.
ഇങ്ങനെയാണ് ഈ ലേഖനം നമുക്ക് കിട്ടിയത്. ചില കാര്യങ്ങളിൽ ഇതെല്ലാം എഴുതി 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 ലാസ്റ്റ് എത്തുമ്പോൾ ആ തൂവൽ മേടിക്കും. ചിലപ്പോൾ തൂവലായിരിക്കും. എന്താണ് എഴുതുന്ന സാധനം മേടിച്ചിട്ട് ആരാണോ പറഞ്ഞു കൊടുത്ത അയാൾ ലാസ്റ്റ് മാത്രം ഗ്രീറ്റിങ്സ് അല്ലെങ്കിൽ എഴുതിയിട്ട് സൈൻ ചെയ്യും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ചിലതിലുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം കൈപ്പടയാൽ എഴുതുന്നു എന്ന് വെച്ചാൽ ആ സെൻറ്റൻസ് അങ്ങ് തന്നെത്താൻ എഴുതും. അങ്ങനെ ഒരു രീതിയും അന്നുണ്ടായിരുന്നു. തെർത്തോസ്, ഞാൻ തെർത്തോസ്, ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന് ഞാൻ നിങ്ങളെ കർത്താൽ വന്ദനം ചെയ്യുന്നു. പുള്ളി പേഴ്സണലി ഗ്രേറ്റ് ചെയ്യുന്നു. 23. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പട്ടണത്തിൻ്റെ ഭണ്ഡാരവിചാരകനായ എരസ്തോസും സഹോദരനായ ക്വർത്തോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇവിടെ ഈ ഗായോസ് കണ്ടോ? ഈ ഗായോസിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പുള്ളി താമസിക്കുന്നത്. ആരെ? പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ താമസിക്കുന്ന ഗായോസിൻ്റെ വീട്ടിലാണ്. ഗായോസിൻ്റെ വീട്ടിലാണ് ചർച്ച് മീറ്റ് ചെയ്യുന്നത്. കൊരിന്തിലെ സഭകളിൽ ഒന്ന് മീറ്റ് ചെയ്യുന്നത് ഗായോസിൻ്റെ വീട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഗായസ് വാസ് എ റിച്ച് മാൻ. കാരണം വലിയൊരു വീടായിരിക്കും. വലിയ വീടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ആരാധന നടക്കുകയുള്ളൂ അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരു വീട്ടിലാണ് താൻ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്? ഭണ്ഡാരവിചാരകനായ എരസ്തോസ്. അടുത്തത് ഭണ്ഡാരവിചാരകനായ എരസ്തോസ്. അവിടുത്തെ ആ പട്ടണത്തിൽ ട്രഷററായിരുന്നു. ചില സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് ഹി വാസ് ദ സിറ്റീസ് ഡയറക്ടർ ഓഫ് പബ്ലിക് വർക്ക്സ്. PWD ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി ഇരുന്ന എറാസ്തോസ് അല്ലേ? എരസ്തോസ്. പിന്നെ ആരാണ്? സഹോദരനായ ക്വർത്തോസ്. അദ്ദേഹത്തിന് എന്നെ ബ്രദറാണെന്ന് വിചാരിക്കുന്നു, ക്വർത്തോസ്. അവരും വന്ദനം ചെയ്യുന്നു, കൂടെയുള്ളവരൊക്കെ. ഓക്കെ, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വരുന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. എല്ലാവരും കൈയുയർത്തി ആമേൻ. ആമേൻ. അങ്ങനെയാണ് കഥ അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതൊന്നുകൂടി വായിക്കണം. 24 മുതൽ. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട്, എല്ലാവരും പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പണ്ടെന്തായിരുന്നു? എല്ലാം മറഞ്ഞു കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെട്ടു വന്നിരിക്കുന്നു. പിന്നെ നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം, മഹാദൈവത്തിന്റെ നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. ആമേൻ. ആമേൻ. വാട്ട് എ ലെറ്റർ. വെളിപ്പാടുകൾ കൊണ്ടും ഒത്തിരി അറിവ് കൊണ്ടും എല്ലാം സമ്പുഷ്ടമായ ഒരു കത്താണ് നമ്മൾ പഠിച്ച് തീർത്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം എഴുതിയ ഓവർവ്യൂ ഓർമ്മയുണ്ടോ? പെട്ടെന്നൊന്നെടുത്തൊന്ന് ഓടിച്ചു പോയാൽ എല്ലാം കൂടെ ഓർമ്മയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പേജ് ഒന്ന് എടുക്കുക. ഓവർവ്യൂ ഏറ്റവും ആദ്യം. ഓവർവ്യൂവിൽ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യുകയും കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചില മിനിറ്റുകൾ കൊണ്ട് നമ്മൾ ഓടിച്ചു നോക്കാം. മൊത്തമായുള്ള ഒരു അവലോകനം ആദ്യം പഠിച്ചത്. ഈ ലെറ്റർ പ്രധാനമായും ഡീൽ ചെയ്യുന്നത് റിലേഷൻഷിപ്സിനെ കുറിച്ചാണ്. റൈറ്റ് റിലേഷൻഷിപ്സ്, ശരിയായ ബന്ധങ്ങൾ. സെക്ഷൻസ് നോക്കുക. ചാപ്റ്റേഴ്സ് 1 to 3 കോണ്ടംനേഷൻ. ആദ്യത്തെ 3 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ശിക്ഷാവിധിയെക്കുറിച്ച് പറയുന്നു. 4-5 അധ്യായങ്ങൾ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തെക്കുറിച്ച് പറയുന്നു. 6 മുതൽ 8 അധ്യായത്തിൻ്റെ A പാർട്ട് വരെ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നു. 8 അധ്യായത്തിൻ്റെ B പാർട്ടിൽ ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണത്തെക്കുറിച്ച് പറയുന്നു. 9 മുതൽ 11 വരെ വിൻഡിക്കേഷൻ എന്ന് വെച്ചാൽ
ന്യായീകരണത്തെക്കുറിച്ച് പറയുന്നു. 12 മുതൽ 16 വരെ ആപ്ലിക്കേഷൻ, എന്താണത്, പ്രയോഗം, ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. മറ്റ് രീതിയിലും അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. സിൻ, സാൽവേഷൻ, സെപ്പറേഷൻ, സോവറിനിറ്റി, സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെഗ്മെൻറ്റുകളായി ഇതിൽ കാണുന്നത്. ഇതിൽ ആദ്യത്തെ 8 അധ്യായങ്ങൾ 1 മുതൽ 8 വരെ പാർട്ട് 1, ഭാഗം 1, എന്താണ് അവിടെ പ്രധാനമായും പ്രതിപാദിക്കുന്നത്? വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, ദൈവമായുള്ള ലംബമായുള്ള മുകളിലേക്കുള്ള ബന്ധമാണ്. അവിടെ ആദ്യത്തെ 1-2 അധ്യായങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടു കോണ്ടംനേഷനാണ് കാണുന്നത്. 1-ാം അധ്യായത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോൾസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, പൗലോസ് സ്വയം പരിചയപ്പെടുത്തുന്നു. റാത്ത് ഓഫ് ഗോഡ് അഗെയിൻസ്റ്റ് മാൻ സിൻസ്, മനുഷ്യൻ്റെ പാപത്തിനെതിരെ ദൈവക്രോധം വെളിപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ഓർമ്മയുണ്ടോ? ദൈവത്തിൻ്റെ ഉണ്മ, ദൈവമുണ്ട് എന്നുള്ളത് എങ്ങനെ അറിയാം? ജനറൽ റെവലേഷൻ ഓഫ് ദ ഇറ്റേണൽ നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നിത്യമായ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട്. ജഡ്ജ്മെൻറ്റ് ഓഫ് ഗോഡ് ഫോർ ഫോർസേക്കിംഗ് ഹിം, ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ദൈവം നൽകുന്ന ന്യായവിധി. ദ സീരിയസ് സിൻ ഓഫ് ഐഡോലാട്രി, വിഗ്രഹാരാധന എന്ന ക്രൂരമായ, കഠിനമായ, ഗൗരവതരമായ പാപം. ദ സിൻ ഓഫ് ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗരതി എന്ന മഹാപാപം. ഇതിനെക്കുറിച്ചെല്ലാം 1-ാം അധ്യായത്തിൽ കണ്ടു. ഓർമ്മയിൽ വരുന്നുണ്ടോ ഇതൊക്കെ? പിന്നീട് നോട്ട്സിലൂടെ പോയിക്കൊള്ളണം. 2-ാമത്തെ അധ്യായത്തിൽ ദ ജനറൽ ഗിൽറ്റ് ഈസ് നോൺ ബൈ ഓൾ മാൻകൈൻഡ്, എല്ലാ മാനവജാതിക്ക് എന്തുണ്ട്? പൊതുവായി ഒരു കുറ്റബോധവും പാപബോധമുണ്ട്. യു നോ റൈറ്റ് ആൻഡ് റോങ്, ഏത് ജാതിയിൽപ്പെട്ടായാലും എന്ത് മനസ്സിലാവും? ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള മനസാക്ഷി ദൈവം തന്നിട്ടുണ്ട്. There is a general knowledge of right and wrong in all races and generations of humanity. മനുഷ്യവംശത്തിൻ്റെ എല്ലാ ഗോത്രങ്ങളിലും കുലങ്ങളിലും തലമുറകളിലും പൊതുവായി തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. They know it from the Old Testament law or conscience. ഒന്നുകിൽ പഴയ നിയമ ന്യായപ്രമാണത്തിൽ നിന്ന്, അല്ലെങ്കിൽ മനസാക്ഷിയിലൂടെ ഈ കാര്യങ്ങൾ അറിയാം. God will judge people according to his righteous standard. ദൈവം തൻ്റെ നീതിപൂർവമായ നിലവാരം വെച്ച് മാത്രമേ മനുഷ്യരെ ന്യായം വിധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അന്യായമായി ദൈവം ആരെയും വിധിക്കുകയില്ല. 3-ാം അധ്യായം, നോബഡി മീറ്റ്സ് ദ റൈച്ചസ് സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്. എന്നാൽ ദൈവത്തിൻ്റെ നീതിയുള്ള നിലവാരത്തിൽ ആരും എത്തുന്നില്ല. ദ ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ് നീഡ്സ് ടു ബി ജസ്റ്റിഫൈഡ്. യഹൂദനാകട്ടെ ജാതീയനാകട്ടെ എല്ലാവരും ദൈവത്താൽ ന്യായീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നോ ഫ്ലഷ് ഇസ് ജസ്റ്റിഫൈഡ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ കണ്ണിൽ ആരും നീതിമാന്മാരില്ല, ന്യായീകരിക്കപ്പെട്ടിട്ടില്ല. ഓൾ നീഡ് ജീസസ് ടു ഗെറ്റ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. എല്ലാവർക്കും എന്താവശ്യമാണ്? യേശുവിലൂടെയുള്ള ദൈവനീതി ആവശ്യമാണ്. 4-ാം അധ്യായത്തിൽ ഏബ്രഹാം ഈസ് ദ ഫാദർ ഓഫ് ബോത്ത് ദ ജ്യൂസ് ആൻഡ് ദ ജെൻറ്റൈൽസ്. യഹൂദന്മാരുടെയും ജാതികളുടെയും പിതാവാണ് ആര്? അബ്രഹാം. ജസ്റ്റിഫിക്കേഷൻ കംസ് ഓൺലി ബൈ ഫെയ്ത്ത്. വിശ്വാസത്തിലൂടെ മാത്രമേ നീതീകരണം വരുന്നുള്ളൂ. ഏബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. പഴയ നിയമത്തിൽ അബ്രഹാം പോലും എങ്ങനെയാണ് ന്യായീകരിക്കപ്പെട്ടത്? വിശ്വാസത്താൽ. ഡേവിഡ് ഓൾസോ സേസ് ദാറ്റ് God credits righteousness apart from works. ദാവീദ് പോലും തൻ്റെ എഴുത്തുകളിൽ എന്താ പറയുന്നത്? പ്രവൃത്തികളാലല്ല ദൈവം ന്യായം അല്ലെങ്കിൽ നീതീകരണം ക്രെഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദ റിസൾട്ട് ഓഫ് സാൽവേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള രക്ഷ. ദ റിസൾട്ട് ഓഫ് ഹാവിങ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് ലഭിച്ചാലുള്ള ഫലങ്ങൾ എന്താണ്? വി ഹാവ് പീസ് വിത്ത് ഗോഡ് വെൻ വി ആർ ജസ്റ്റിഫൈഡ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ഡെത്ത് എൻറ്റേർഡ് ദ വേൾഡ് ത്രൂ ഏഡം ആൻഡ് ലൈഫ് ത്രൂ ക്രൈസ്റ്റ്. ഈ പ്രപഞ്ചത്തിലേക്ക് മരണം വന്നത് ആദാമിലൂടെയാണെങ്കിൽ ക്രിസ്തുവിലൂടെ ജീവൻ വന്നിരിക്കുന്നത്. ദ ജ്യൂസ് ആൻഡ് ദ ജെൻറ്റൈൽസ് ആർ യുണൈറ്റഡ് ഇൻ ഏഡം, ഏബ്രഹാം ആൻഡ് ക്രൈസ്റ്റ്. 3 വ്യക്തിത്വങ്ങൾ, ആദാം, അബ്രഹാം, ക്രിസ്തു. 3 പേരിലും എന്ത് ചെയ്തിരിക്കുന്നു? യഹൂദന്മാരും
ജാതികളും ഒന്നായിത്തീരുന്നു. ഇനി 6 മുതൽ 8 അധ്യായത്തിൻ്റെ വരെ ഇനി സാങ്ക്ടിഫിക്കേഷനാണ്. 6 അധ്യായത്തിലേക്ക് വരാം. Paul begins to talk about Christian life. ഇനി ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. Can a believer sin? Not at all. ഒരു വിശ്വാസിക്ക് പാപം ചെയ്യാമോ? ഇല്ല. ഉത്തരം പറ. ഒരിക്കലുമില്ല. ഒരിക്കലും പാടില്ല. Slavery to sin, freedom from sin, living in the righteousness of God, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ്? പാപത്തിന് അടിമകളാകുന്നതിനെക്കുറിച്ച്, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച്. If the Gentiles backslide, they will go back to license to sin. ജാതികൾ ക്രിസ്തുവിലുള്ള വിശ്വാസം പിന്മാറിപ്പോയാൽ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുവാനുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 7 അധ്യായം, ദ തിയോളജി ഓഫ് ദ ലോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ന്യായപ്രമാണത്തിൻ്റെ ദൈവശാസ്ത്രം, ദി അനോളജി ഓഫ് മാരേജ്. വിവാഹം എന്ന ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ്. അവർ റിലേഷൻഷിപ്പ് ടു ദ ലോ, ന്യായപ്രമാണവുമായുള്ള നമ്മുടെ ബന്ധം. വി ആർ ഡെഡ് ടു ദ ലോ. നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നു? ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞ് നാം ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നു. ദ റിയാലിറ്റി ഓഫ് ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ സ്പിരിറ്റ് ആൻഡ് ദ ഫ്ലഷ്. നമ്മുടെ ആത്മാവും ജഡവും തമ്മിൽ എന്തുണ്ട്? ഒരു ഭയങ്കരമായ പോരാട്ടം നടക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം പറയുന്നുണ്ട്. ഇഫ് ദ ജ്യൂസ് ബാക്ക്സ്ലൈഡ്, ദേ വിൽ ഫോൾ ഇൻ ടു ലീഗലിസം. ഇനി യഹൂദന്മാരാണ് പിന്മാറ്റത്തിൽ പോകുന്നതെങ്കിലോ അവർ ന്യായപ്രമാണത്തിലേക്ക് പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. 8 അധ്യായത്തിലേക്ക് വരാം. The Jews and Gentiles need liberty in the spirit. യഹൂദരായാലും ജാതികളായാലും ആത്മാവിൽ സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഫ്രീഡം ത്രൂ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലൂടെ ആ സ്വാതന്ത്ര്യം ലഭ്യമാണ്. എത്ര പേർ ഹല്ലേലൂയ പറയും? ആ ഫ്യൂച്ചർ ഗ്ലോറി. അതിനുശേഷം നമ്മുടെ ഭാവി കാലത്ത് നമുക്ക് ദൈവം നൽകാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്പിരിറ്റ് ഫിൽഡ് ലൈഫിനെ കുറിച്ച്, ആത്മപൂർണമായ ജീവിതം, എയർഷിപ്പ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള നമ്മുടെ അവകാശം. വി ആർ മോർ ദൻ കോൺക്വറേഴ്സ് ഇൻ ക്രൈസ്റ്റ്. ഓർമ്മയുണ്ട് അതെല്ലാം? നാം ക്രിസ്തുവിൽ ജയാളികളെക്കാൾ വലിയവരാകുന്നു. ഗോഡ് വർക്ക്സ് എവറിത്തിങ് ഫോർ ആർ ഗുഡ്. ദൈവം സകലവും നന്മയ്ക്കാക്കി തീർക്കുന്നു. നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മെ വേർപിരിക്കുവാൻ സാധ്യമല്ല. ഇത്രയുമാണ് പാർട്ട് 1. ഈ പാർട്ട് 2 8 മുതൽ 16 വരെ. അവിടെ എന്താ പറയുന്നത്? ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. പരസ്പരമുള്ള ബന്ധമാണ്. സാൽവേഷൻ നീഡ്സ് ടു ബി വർക്ക്ഡ് ഔട്ട് ബൈ us. രക്ഷ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ പ്രാവർത്തികമാക്കിയെടുക്കേണ്ടതുണ്ട്. 9 മുതൽ 11 വരെ വിൻഡിക്കേഷനിലേക്ക് വരികയാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ചർച്ച് ആൻഡ് ഇസ്രായേൽ. 9, 10, 11 അതിലെന്താ കാണുന്നത്? സഭയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. നാച്ചുറൽ ക്വസ്റ്റ്യൻസ് എബൌട്ട് ഇസ്രായേൽ ആൻസേർഡ്. സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ട്. 9 അധ്യായത്തിൽ വരാം. Paul is even willing to perish for the salvation of Israel. ഇസ്രായേൽ മക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി താൻ നശിച്ചു പോയാൽ പോലും കുഴപ്പമില്ലായിരുന്നു എന്ന് വരെ അദ്ദേഹം ചിന്തിച്ചു പോകുന്നു. God's dealings with Israel in the past. പഴയ കാലങ്ങളിൽ ദൈവം ഇസ്രായേലിനോട് ഇടപെട്ടത് എങ്ങനെ? ഇസ്രായേൽ was selected in the past. പഴയ കാലത്ത് തിരഞ്ഞെടുത്തു. ജനറൽ ക്വസ്റ്റ്യൻസ് വി ഹാവ് ഓൺ ഇസ്രായേൽ. ഇസ്രായേലിനെ കുറിച്ചുള്ള സാധാരണ പൊതുവായ ചോദ്യങ്ങൾ. ഇസ്രായേൽ ഈസ് ഗോഡ്സ് സോവറിൻ ചോയ്സ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഗോഡ്സ് പ്ലാൻ റിവോൾവ്സ് അറൗണ്ട് ദിസ് നേഷൻ. ദൈവത്തിൻ്റെ മുഴുവൻ പദ്ധതികളും ഈ ഒരൊറ്റ രാഷ്ട്രത്തെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ദി അനോളജി ഓഫ് ദ പോട്ടർ ആൻഡ് ദ ക്ലേ. പിന്നെ കുശവൻ്റെയും കളിമണ്ണിൻ്റെയും ഒരു ചിത്രീകരണം കണ്ടു. 10 അധ്യായത്തിൽ വരുമ്പോൾ ഗോഡ്സ് പ്രസൻറ്റ് ഡീലിങ്സ് വിത്ത് ഇസ്രായേൽ. ഇസ്രായേലിനോടുള്ള ഇപ്പോഴത്തെ ഈ കാലത്തെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ. ഇസ്രായേൽ സീൽ വിതൗട്ട് നോളജ്. ഇസ്രായേലിന് ഭയങ്കരമായ തീഷ്ണതയുണ്ട്, പക്ഷേ പരിജ്ഞാനമില്ല. റൈച്ചസ്നസ് അച്ചീവ്ഡ് ഓർ റിസീവ്ഡ്. നീതീകരണം നമുക്കൊന്നുകിൽ പ്രാപിച്ചെടുക്കാം, ഒന്നുകിൽ നമുക്ക് നേടിയെടുക്കാനുള്ളൊരു ശ്രമം നടത്താം, അല്ലെങ്കിൽ സൗജന്യമായി സ്വീകരിക്കാം. ഹൗ ടു റിസീവ് സാൽവേഷൻ പ്രാക്ടിക്കലി. എങ്ങനെയാണ്
രക്ഷ പ്രായോഗികമായി നമ്മൾ നേടിയെടുക്കുന്നത് അതെല്ലാം 10-ാം അധ്യായത്തിലാണ് വരുന്നത്. സ്ട്രൈവിങ് ഫോർ റൈച്ചസ്നസ് ആൻഡ് സ്റ്റംബ്ലിങ് ഓവർ എ റോക്ക്. നീതിക്ക് വേണ്ടിയുള്ള ഒരു പരാക്രമത്തിൽ, കിട്ടുവാനുള്ള ശ്രമത്തിൽ ഒരു പാറയിൽ തട്ടി വീഴുന്ന ഇസ്രായേലിനെ നമ്മൾ കാണുന്നു. ഇസ്രായേൽ റിജക്ട്സ് ദ ഗോസ്പൽ. പക്ഷേ ഇക്കാലത്ത് ഇസ്രായേൽ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. 11-ാം അധ്യായത്തിൽ വരാം. ഗോഡ്സ് ഫ്യൂച്ചർ ഡീലിങ്സ് വിത്ത് ഇസ്രായേൽ. ഭാവിയിൽ ദൈവം ഇസ്രായേലിനോട് എങ്ങനെ ഇടപെടും? ഇസ്രായേൽ വിൽ ബി സേവ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഇസ്രായേൽ രക്ഷിക്കപ്പെടും. There will be a remnant from Israel for God. ഇസ്രായേലിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു അവശേഷിപ്പ് ഉണ്ടായിരിക്കും. ദി അനാലജി ഓഫ് ഗ്രാഫ്റ്റിംഗ് ഓഫ് ദി വൈൽഡ് ഒലിവ് ഷൂട്ട്സ് ടു ദ നാച്ചുറൽ വൺ. സ്വാഭാവികമായ പ്രകൃതിയാലുള്ള എന്താ പറയുക, ഒലിവിനോട് എന്ത് ചെയ്യുന്നു? കാട്ടൊലിവിനെ കൂട്ടിച്ചേർക്കുന്നു. ഗ്രാഫ്റ്റിംഗ്. ദ ജെൻറ്റൈൽ ബിലീവേഴ്സ് ആർ റെബ്യൂക്ഡ് ഫോർ ദെയർ ആരഗൻസ് ടുവേർഡ്സ് ജൂയിഷ് ബിലീവേഴ്സ്. യഹൂദ വിശ്വാസികളോട് ജാതീയ വിശ്വാസികൾ കാണിച്ച പരുഷമായ ആ സമീപനത്തെ ശക്തമായ ഭാഷയിൽ അപ്പസ്തോലൻ ശാസിക്കുന്നു. ഡോക്സോളജി അവിടെ നമ്മൾ കണ്ടു. പ്രൈസിങ് ഗോഡ് ഇൻ ഓ, ആശ്ചര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടു. ദ ക്ലൈമാക്സ് ഓഫ് ദ ലെറ്റർ അവിടെയാണ്. 12 മുതൽ 16 വരെ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 12-ൽ എന്താ കാണുന്നത്? ഹൗ ടു ലീഡ് എ റൈറ്റ് ക്രിസ്ത്യൻ ലൈഫ്. ശരിയായ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ്? അവിടെയാണ് ലിവിങ് സാക്രിഫൈസ്, ജീവനുള്ള യാഗമായി അർപ്പിക്കുന്നത്. വാക്കിംഗ് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കുന്നത്. വെഞ്ചൻസ്, പ്രതികാരം ദൈവത്തിനുള്ളതാണ്, നമ്മൾ ചെയ്യരുത്. 13 സബ്മിഷൻ ടു ഗവൺമെൻറ്. സർക്കാർ അധികാരങ്ങളോട് എങ്ങനെ വിശ്വാസികൾ കീഴടങ്ങി ജീവിക്കണം. ക്ലോത്ത് യുവർ സെൽഫ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ധരിക്കുക. 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ലിബർട്ടി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ഹൗ ടു ഹാൻഡിൽ ദ ലിബർട്ടി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവുള്ള സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഹൗ ടു ഹാൻഡിൽ ദ ഡിഫറൻസസ്. വിശ്വാസികൾക്കിടയിലെല്ലാം എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം? ഹൗ ടു ഹാൻഡിൽ ഡിഫറൻസസ്. ഹൗ ടു കൺസിഡർ ദ വീക്ക് ബിലീവേഴ്സ്. ബലഹീന വിശ്വാസികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അടുത്തത് ചാപ്റ്റർ 15 ഗിവ് പ്രയോറിറ്റി ടു യൂണിറ്റി ഓവർ പേഴ്സണൽ കംഫർട്ട്. വ്യക്തിപരമായ ആശ്വാസത്തെക്കാൾ സഭയിലെ ഐക്യതയ്ക്ക് വേണം വിശ്വാസികൾ മുൻതൂക്കം കൊടുക്കാൻ. ദ ഇമ്പാക്റ്റ് ഓഫ് ജൂയിഷ് അപ്പോസ്റ്റൽസ് ഇൻ ദ ജെൻറ്റൈൽ വേൾഡ്. ജാതീയ ലോകത്തിൽ യഹൂദന്മാരായ അപ്പോസ്തലന്മാരുണ്ടാക്കിയ സ്വാധീനം എന്താണ്? ക്രൈസ്റ്റ് ഈസ് എ സെർവൻറ്റ് ടു ദ ജ്യൂസ്. ക്രിസ്തു യഹൂദന്മാരുടെ ഒരു ശുശ്രൂഷകനായി വന്നു. പോൾ ഈസ് ദി അപ്പോസ്റ്റൽ ടു ദി ജെൻറ്റൈൽസ്. എന്നാൽ പൗലോസോ ജാതികൾക്ക് അപ്പോസ്തലനായി വന്നു. ഇപ്പോൾ പഠിച്ചതൊന്നുകൂടി നോക്കാം. 16 Paul personally greets believers in Roman church by name. പേരെടുത്ത് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് റോമാസഭയിലെ വിശ്വാസികളെ പൗലോസ് വന്ദനം ചൊല്ലുന്നു. Paul warns against those who cause division and deception. വഞ്ചിക്കുന്നവരെയും ഭിന്നതകൾ ഉണ്ടാക്കുന്നവർക്കുമെതിരെ പൗലോസ് തക്കതായ താക്കീത് നൽകുന്നു. ജെൻറ്റൈൽ ബിലീവേഴ്സ് ആർ ടു കിസ് ദ ജൂയിഷ് ബിലീവേഴ്സ്. ജാതീയ വിശ്വാസികൾ യഹൂദ വിശ്വാസികൾ എന്ത് ചെയ്യണം? ചുംബനം ചെയ്യണം എന്ന് പറയപ്പെടുന്നു. കൂടാതെ ഡോക്സോളജി 2, രണ്ടാമതും ഇത്ര വലിയ ജ്ഞാനവും വെളിപ്പാടും ലഭിച്ച് ദൈവത്തെ അദ്ദേഹം സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ 16 അധ്യായങ്ങളാണ് നമ്മൾ കണ്ടത്. കൈകളുയർത്തി നന്ദി പറയാം. കർത്താവേ, കഴിഞ്ഞ പല മാസങ്ങളായി റോമാലേഖനം പഠിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷിക്കാരന് ഹിതകരമായ സസ്യാദികളെ വിളയിച്ചില്ലെങ്കിൽ ചുട്ടുകളയാത്രേ അതിൻ്റെ അവസാനം നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ നല്ല വിളവ് കൊടുക്കുകയാണെങ്കിൽ കൃഷിക്കാരന് എത്ര പ്രസാദകരമാണ്. ഞങ്ങൾ കേട്ടതും പഠിച്ചതുമെല്ലാം കർത്താവേ നിനക്ക് ഏറ്റവും പ്രസാദകരമാകേണ്ടതിന് ഞങ്ങളിൽ ഒരു വിളവുണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ